വെൽക്കം ടു അമേസിംഗ് കുക്കിംഗ്. ഞാൻ മഞ്ജുശ്രീ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വാട്ടർമെലൺ പോപ്സിക്കിൾസ് ആണ്. അപ്പോൾ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ്: 2 കപ്പ് കുരു മാറ്റിയെടുത്ത വാട്ടർമെലൺ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, ഫ്രഷ് മിന്റ് ലീവ്സ്, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ചാറ്റ് മസാല. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഒരു മിക്സി എടുത്ത് അതിൻ്റെ ജാറിനകത്തേക്ക് എടുത്തു വെച്ചിട്ടുള്ള 2 കപ്പ് വാട്ടർമെലൺ ചേർത്ത് കൊടുക്കുക. ഫ്രഷ് മിന്റ് ലീവ്സ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വാട്ടർമെലൻ്റെ മധുരത്തിനനുസരിച്ചിട്ടായിരിക്കണം. നല്ല മധുരമുള്ള വാട്ടർമെലൺ ആണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി. ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് വെള്ളം ചേർക്കാതെ നല്ലപോലെ ജ്യൂസായിട്ട് അടിച്ചെടുക്കുക. അടിച്ചെടുത്ത വാട്ടർമെലൺ ജ്യൂസിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. മിന്റ് ലീവ്സ് ചേർത്തുകൊണ്ടാണ് ചെറിയൊരു ലൈറ്റ് ഗ്രീൻ കളർ വരുന്നുണ്ട് ഇതിന്. അതിനകത്തേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വാട്ടർമെലൺ പീസസ് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ പീസസ് ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കുന്ന പോപ്സിക്കിൾസിന് വളരെ ടേസ്റ്റ് കൂടുതലാണ്. പോപ്സിക്കിൾസ് തയ്യാറാക്കുന്നതിന് ആവശ്യമായ മോൾഡ് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഇവിടെ ഇപ്പോൾ ഞാൻ സിമ്പിൾ പേപ്പർ കപ്പാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അതേപോലെ ഐസ്ക്രീം സ്റ്റിക്കും. അപ്പോൾ ഇവിടെ കുറച്ച് പേപ്പർ കപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുള്ള ജ്യൂസ് ഈ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ എല്ലാ കപ്പിലും ഞാൻ വാട്ടർമെലൺ ജ്യൂസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഒന്ന് തണുപ്പിച്ചെടുക്കണം. 1 മണിക്കൂർ സമയമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഈ ഐസ്ക്രീം സ്റ്റിക്ക് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സ്പൂൺ ഒരു സൈഡിലേക്ക് പോകും. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. ഈ ട്രേ അതുപോലെ തന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ്. 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഈ ട്രേ പുറത്തെടുത്തപ്പോൾ ഇപ്പോൾ ജ്യൂസൊക്കെ കുറച്ച് കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഐസ്ക്രീം സ്റ്റിക്ക് ഓരോന്നായിട്ട് ഇതിൻ്റെ നടുക്കിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 5-6 അവേഴ്സ് പിന്നെയും ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഇത് ഓവർനൈറ്റ് വെച്ചാൽ മതി. പിറ്റേ ദിവസം നമുക്കിത് തയ്യാറായി കിട്ടും. ഞാൻ റെഫ്രിജറേറ്റർ ചെയ്ത് പുറത്തെടുത്ത് വെച്ചിട്ടുള്ള വാട്ടർമെലൺ പോപ്സിക്കിൾസ് ആണിത്. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്, തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഈ കപ്പിൽ നിന്ന് അൺമോൾഡ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനെ പതുക്കെ നമുക്ക് അൺമോൾഡ് ചെയ്തെടുക്കാം. ഇത് അങ്ങനെ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് തണുത്ത വെള്ളത്തിൽ ഇതൊന്ന് ഇറക്കി വെച്ചാൽ മതി. ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിതിങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ അൺമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ഓരോന്നും നമുക്ക് അൺമോൾഡ് ചെയ്തെടുക്കാം. ഫ്രഷ് ഹോം മെയ്ഡ് വാട്ടർമെലൺ പോപ്സിക്കിൾസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങളിത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതുണ്ടാക്കാൻ വളരെയധികം ഈസിയാണ്. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഇതിന് നല്ല മറ്റൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരെ ബൈ ബൈ.